ഇത് സെപ്പറേറ്റ് മെഷീൻ്റെ ബോക്സാണ്. സെപ്പറേറ്റ് മെഷീനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എൻ്റെ മെയിൻ സെൻസർ ബെഞ്ച് ഊരിയെടുക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിങ്ങനെ ഒരു കവർ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ രണ്ട് സൈഡിലും സ്ക്രൂ വെച്ച് അടച്ചിട്ടുണ്ടാവും. ഇത് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതിൻ്റെ ഈ സൈഡിലുള്ള സ്ക്രൂ ഉണ്ടാവും, ഇത് അഴിക്കാൻ 4 വശത്തും സ്ക്രൂ ഉണ്ടാവും. ചിലപ്പോൾ 2 വശത്ത് ഈ 2 സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചതിന് ശേഷം ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് ഓക്സിജൻ സെൻസറിലേക്ക് പോകുന്ന വയറാണ്. ഈ വയർ ഊരി നോക്കാം. ചിലപ്പോൾ ഓക്സിജൻ സെൻസർ ഒന്നും വർക്ക് ചെയ്യാതെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ വയറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഓക്സിജൻ സെൻസർ വർക്ക് ചെയ്യാതെ വരും. ചിലപ്പോൾ ഇത് കുത്തിയ സ്ഥലത്ത് ഇതിൻ്റെ ഈ പരന്ന വശം പുറത്തേക്ക് നിൽക്കണം. ഇവിടെ ക്ലാവൊക്കെ പിടിച്ചിട്ട് ഇത് കുത്തുന്ന സ്ഥലത്ത് ക്ലാവോ അല്ലെങ്കിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ട് കോണ്ടാക്ട്സ് കിട്ടാതെ വരും. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ സെൻസർ വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓക്സിജൻ സെൻസർ ഉറപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കാം. ഇതുപോലത്തെ ഈ കണക്ടർ എടുക്കുമ്പോൾ ഈ കണക്ടറിൻ്റെ പരന്ന വശം പുറത്തേക്ക് നിൽക്കാൻ പാകത്തിന് വേണം ഇതിലേക്ക് പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഊരി മാറ്റിയതിന് ശേഷം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെൻസറിലേക്ക് ഉള്ള പവർ വരുന്നത്, പവറും അതിൻ്റെ ഡാറ്റ എല്ലാം വരുന്നത് ഈ വൈറ്റ് കേബിളിലൂടെയാണ്. ഈ വൈറ്റ് കേബിൾ ഊരുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതിനകത്തൊരു ലോക്കുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ സൈഡിലും താഴത്തെ സൈഡിലും ലോക്കുണ്ട്. ആ ലോക്ക് ഇങ്ങനെ വെടിയിക്കുക, ഇങ്ങനെ മുകളിലേക്ക് വെക്കുക, താഴത്തെ ലോക്ക് താഴ്ത്തുക. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ മുകളിലത്തെ ലോക്ക് ഇങ്ങോട്ട് താഴ്ത്തുക, താഴത്തെ ലോക്കുണ്ട്, താഴത്തെ ലോക്കും താഴ്ത്തുക. താഴ്ത്തതിന് ശേഷം ഇത് പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇതിൻ്റെ മുകളിലത്തെ സൈഡിൽ ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് മുകളിലേക്ക് പതുക്കെ പൊക്കുക. താഴത്തെ സൈഡിൽ ലോക്ക് ഉണ്ടാവും, അത് താഴത്തേക്ക് നീക്കിയിട്ട് ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കാം. ഈ പൊക്കിയെടുക്കുമ്പോൾ ഇവിടെ ഒരു വെട്ടുപാടുണ്ട്, ചെറിയൊരു സ്ക്വയർ. ഇവിടെ കണ്ട ഒരു സ്ക്വയർ പോലെ ഉണ്ട്. ഈ സ്ക്വയർ ഈ കണക്ടറിൻ്റെ ഒരു സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പും ഈ ചെറിയ ഈ വെട്ടിങ്ങും കൂടെ മാച്ച് ആവണ വിധത്തിൽ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്യാവുള്ളൂ. അത് കറക്റ്റായിരിക്കണം, തിരിഞ്ഞു പോകാൻ പാടില്ല ഈ വെട്ട്. അപ്പോൾ അത് ഊരി മാറ്റുക, ഈ കേബിൾ ഊരി മാറ്റുക, പിന്നെ ഇതിലുള്ള സ്ക്രൂസുകളെല്ലാം അഴിക്കുക. ഇതിൻ്റെ കണക്ഷൻസ് ഉണ്ട്, ഇതുപോലെ ഒരു കണക്ഷൻസ് ഉണ്ടാവും. ഈ കണക്ഷൻസ് ഊരുക. ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ ടീയിൽ നിന്ന് പോകുന്നതാണ് ഈ കണക്ടർ. പിന്നെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള കണക്ടർ വരിക. ഇതേപോലെ ഇങ്ങേറ്റത്ത് ഒരു സ്ക്രൂ ഉണ്ടാവും, അത് അഴിക്കുക. നമ്മൾ സെൻസർ ഊരിയെടുത്തു, ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് അധികം വരുന്നത് ചില സമയത്ത് ഓക്സിജൻ കറക്റ്റായിട്ട് റീഡ് ചെയ്യത്തില്ല, ചിലപ്പോൾ CO2 കാർബൺ മോണോക്സൈഡ് റീഡ് ചെയ്യത്തില്ല. അതൊക്കെ ഈ ഗോൾഡൻ ട്യൂബിൻ്റെ ഉള്ളിൽ വരുന്ന അഴുക്കുകൾ നിറയും ഈ ട്യൂബിനുള്ളിൽ. ചിലപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം വരുമ്പോഴൊക്കെയാണ് ഈ CO2 റീഡ് ആവാത്തത്, അല്ലെങ്കിൽ O2ൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരും. O2 പല ഇഷ്യൂസുണ്ട്. ചിലപ്പോൾ O2 വർക്ക് ചെയ്യാത്തതായിരിക്കാം, ചിലപ്പം ഇതിൽ കൂടെ എയർ പാസ്സാകാതെ ഫുള്ള് കരി നിറഞ്ഞ് കഴിയുമ്പം O2ലേക്ക് എയർ കിട്ടാതെ വരുമ്പോഴൊക്കെ O2 എററായിട്ട് വരും. അങ്ങനത്തെ കേസിലൊക്കെ ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള അഴുക്കാണ് എടുത്ത് കളയേണ്ടത്. അത് ഇതിലിങ്ങനെ ഇത് പമ്പിൽ നിന്ന് വരുന്ന കണക്ഷനാണ്. ഇവിടെ നിന്നാണ് ഓക്സിജൻ സെൻസറിലേക്ക് പോകുന്നത്. അപ്പോൾ സിറിഞ്ചൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ വലിച്ചെടുത്ത് കളയാം, വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഒരു ചെറിയ പൈപ്പിൻ്റെ കഷ്ണം ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇവിടെ സിറിഞ്ച് വെച്ചിട്ട് വലിച്ചെടുത്ത് കളയാം ഈ ഗോൾഡൻ ട്യൂബിലുള്ള അഴുക്കുകൾ. അതേപോലെ ഇവിടെ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെയും സിറിഞ്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പാസ് ചെയ്യാം ഈ ഗോൾഡൻ ട്യൂബിൻ്റെ ഉള്ളിലൂടെ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അഴുക്കെടുത്ത് കളയാം. പിന്നെ ഈ ഓക്സിജൻ സെൻസറിൻ്റെ എറർ വരുന്നത് ഇവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, കോൺടാക്ട്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ
ഇതിൻ്റെ അകത്ത് എറർ വരും, ഓക്സിജൻ സെൻസർ റീഡ് ചെയ്യാതെ വരും. ഓക്കെ, ഇതിൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യം ഈ കണക്ടർ മാത്രമാണ്. ഇതിൻ്റെ രണ്ടിടത്തും കണ്ടത് ഇത് ലോക്കുണ്ട്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വെട്ടുപാടുണ്ട്. ഈ വെട്ടുപാടും ഇവിടുത്തെ ഈ വെട്ടിങ്ങും മാച്ചായിരിക്കണം. ഇത് രണ്ടും മാച്ചാണ് വിധത്തിൽ സെൻസർ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇത് പ്രസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഈ മുകളിലുള്ള ഈ വെട്ടും ഈ താഴത്തെ വെട്ടും കൂടെ മാച്ചായി. അങ്ങനെ മാത്രമേ ഇത് കണക്ട് ചെയ്യാവുള്ളൂ. ഇത് രണ്ട് സ്ഥലത്തെ ലോക്ക്. ഇതിന് തുറക്കാൻ വേണ്ടി ഈ ലോക്ക് ഇങ്ങോട്ട് മാറ്റുക, ഈ ലോക്ക് ഇങ്ങോട്ട് മാറ്റുക, എന്നിട്ട് പതുക്കെ പൊക്കിയിടും.